ഹലോ. അപ്പോൾ എന്നത്തെ പോലെയും സച്ചു എന്ന് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ അച്ഛനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബേക്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തി ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിളക്കൊക്കെ വെച്ചിട്ട് അമ്മ അപ്പോഴേക്കും എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് ഗാനമേള കാണാനാണ്. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. നാളെ ലാസ്റ്റാണ് കേട്ടോ. അപ്പോൾ പടയണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോണ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് കപ്പ ബിരിയാണി വാങ്ങി കഴിച്ചായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ പുറത്താണ് കേട്ടോ പരിപാടി നടക്കുന്നത്. ഇനി ആരും ഒന്നും വിചാരിക്കേണ്ട ഇതൊക്കെ കഴിച്ചിട്ടാണോ പോണേന്നുള്ളത്. അപ്പോൾ അതേ ഉത്സവത്തിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ. ഫുള്ളെന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ കൂടി സീറ്റ് കിട്ടി. കുറേ നേരം നിന്നതിന് ശേഷം കേട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത്. റോട്ടിലാണെങ്കിലൊക്കെ ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അനിയത്തിമാർ ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഒരു 9:15 ആയപ്പോഴേക്കും പോയി. നമ്മൾ ഒരു 9:45 ആയപ്പോൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. വേടൻ്റെ പാട്ടും പിന്നെ ഈ സമയത്ത് ആ ഒരു അമ്മൂമ്മ കയറി സ്റ്റേജിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിക്കാനുണ്ടായിരുന്നു കേട്ടോ. മിക്കവാറും അമ്മൂമ്മ നാളെ വൈറലാവുമായിരിക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. ഈ ടൈമിൽ അമ്മാമ്മനെ പറ്റിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ സംസാരം. വേറെ ഒന്നല്ല, ഈ ഉത്സവമൊക്കെ ആകുമ്പോൾ ഫസ്റ്റേ പോയി ഇരിക്കുന്നത് അമ്മാമ്മയാണ് കേട്ടോ, സീറ്റൊക്കെ പിടിച്ചുകൊണ്ട്. അതേപോലെ ഇപ്പോൾ പ്രസാദ് ഊട്ടിനാണെങ്കിലും അമ്മാമ്മ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് വന്നായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും നാളത്തേക്ക് സാരി എടുക്കാനുള്ള ബ്ലൗസ് ഭയങ്കര ടൈറ്റ് ഇട്ട് ഓക്കെ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ അഴിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.